15 വർഷത്തിനു ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ നടന്ന ലേബർ പാർട്ടി ദേശീയ സമ്മേളനത്തിന് ലിവർപൂളിൽ സമാപനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കൊപ്പം നിരവധി ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും ഉൾപ്പെടെ 20,000-ഓളം പേരാണ് സെപ്റ്റംബർ 22 മുതൽ 25 വരെ നടന്ന ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രിയും പാർട്ടി ലീഡറുമായ കീർ സ്റ്റാർമർ, ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ, ധനകാര്യമന്ത്രി റേച്ചൽ റീവ്സ് തുടങ്ങി ഭരണതലത്തിലും സംഘടനാ തലത്തിലുമുള്ള വലിയൊരു നേതൃനിര തന്നെ ലിവർപൂളിനെ രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി. ലേബർ ദേശീയ സമ്മേളനത്തിൽ മലയാള പെരുമ വിളിച്ചറിയിച്ചുകൊണ്ട് രാജ്യത്തെ പ്രധാന മലയാളി ലേബർ നേതാക്കൾ സമ്മേളനത്തിൽ സജീവ സാന്നിധ്യങ്ങളായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യ മലയാളി MP സോജൻ ജോസഫ്, ലേബർ പാർട്ടി ദേശീയ സമിതി അംഗവും മുൻ ന്യൂഹാം കൗൺസിലറുമായ ജോസ് അലക്സാണ്ടർ, ബേസിക് സ്റ്റോക്ക് കൗൺസിലർ സജീഷ് ടോം, ന്യൂകാസ്റ്റൽ കൗൺസിലർ ജൂന സത്യൻ, മുൻ ന്യൂഹാം കൗൺസിലർ സുഗതൻ തെക്കേപ്പുര, മുൻ മേയറും നിലവിലെ ക്രോയ്ഡൻ കൗൺസിലറുമായ മഞ്ജു ഷാഹുൽ ഹമീദ് തുടങ്ങി UK-യിലെ പൊതുസമൂഹത്തിൽ വളരെ ശ്രദ്ധേയരായ പ്രമുഖരായ മലയാളികൾ എല്ലാവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് റദ്ദാക്കിയ നടപടിക്കെതിരെ വോട്ട് ചെയ്തു. ലിവർപൂളിലെ കോൺഫറൻസിൽ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും ഇത് പാലിക്കേണ്ട ചുമതലയില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരുമെന്നുള്ളതാണ് സ്റ്റാർമറുടെ നിലപാട്. യൂണിവേഴ്സൽ വിന്റർ ഫ്യൂവൽ പേയ്മെന്റുകൾ തിരിച്ചെത്തിക്കുന്നതിനെ അനുകൂലിച്ചുള്ള പ്രമേയത്തിനാണ് കോൺഫറൻസ് അനുകൂലമായി വോട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മെഗ്ന വിഷൻ.